ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കേട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും, പക്ഷേ ഇത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ഞാനിവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി, 7-8 ദിവസമായി. ഓരോ ദിവസം പ്ലാനിങ് ഒന്നും അല്ല ഇന്നടത്ത് പോകണമെന്ന്. അമ്മയുടെ ജോലി ടൈം നോക്കിയിട്ട്, ഓഫ് ടൈം നോക്കിയിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇന്നിപ്പോൾ അമ്മയ്ക്ക് ലീവാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത് സെൻതോസ. വൺ ഓഫ് ദ മോസ്റ്റ്ലി ക്ലീനസ്റ്റ് കൺട്രിയാണ് നമ്മുടെ സിംഗപ്പൂർ. ഭയങ്കര ക്ലീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനാണ്. നമ്മളിപ്പോൾ ഓരോ വീട്ടിൽ ഇത്ര ചെടി നട്ട് പിടിപ്പിക്കണം എന്ന് പറയുന്ന പോലെ സിംഗപ്പൂർ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഇവർ ഗ്രീനറി കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ മീൻ, സിംഗപ്പൂർ ഒരു ഫുൾ ഗ്രീനറി കൺട്രി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ ഒന്നും വേസ്റ്റ് ഒന്നും പുറത്തിടാൻ പറ്റില്ല, തുപ്പാൻ പറ്റില്ല. അതേപോലെ ഡസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് പുറത്ത് ഇങ്ങനെ വലിച്ചെറിയാനൊന്നും പറ്റത്തില്ല. ഡിപ്പെൻസ്, ഫൈനാണ് നമ്മൾ എന്താണ് ഇടുന്നത്, അതിൻ്റെ എൻക്വയറി നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണതാണോ അതോ ഇനി നമ്മൾ മനഃപൂർവ്വം ഇട്ടതാണോ, അങ്ങനെ എൻക്വയറീസൊക്കെ കുറേ ചെയ്തിട്ടാണ് നമുക്ക് ഫൈൻ വരുന്നത്. നല്ലൊരു എമൗണ്ട് വരും കേട്ടോ ഫൈൻ വരുന്നത്. ഇപ്പം ഞാനും അമ്മയും കൂടി നമ്മുടെ വീട്ടിൽ നിന്ന്, ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ബസ് എടുത്തു. ഒരു 3-4 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആരുമില്ല, ഞാനും അമ്മയും മാത്രമായി. ഇവിടെ ബസ് സ്റ്റോപ്പിന് ഇൻ്റർചേഞ്ച് എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടുന്ന് നമ്മൾ MRT എടുക്കണം. മെട്രോ എടുത്തിട്ട് ഹെയ്തി ദീദീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹെയ്തി ദീദീൻ്റെ സ്റ്റോപ്പിൽ പോയി ഇറങ്ങണം. അവിടുന്ന് കുറച്ചും കൂടി പിന്നെ എന്താ പറയുക, വേറൊരു MRT എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് സെൻതോസയിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ വാങ്ങിച്ചത് നമ്മൾ പാക്ക് ചെയ്തു. ഹെയ്തി ദീദിൻ്റെ അടുത്ത് പോയിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് എടുത്തിട്ടാണ് പോയത്. ഇവിടെ ഞാൻ വന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനവൻ്റെ കാര്യമാണ് എല്ലാവരും കേട്ടോ. മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ആരും തലയെത്തി നോക്കുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യൻ്റെ കാര്യങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്, അറിയാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ ആരാ വന്നേ. അതിപ്പോൾ മോസ്റ്റ്ലി എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഈ ഒരു കൺട്രിയിലില്ല. ഞങ്ങൾ ഹെയ്തി ദീദീനെ കണ്ടു. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എല്ലാവരും ഫോണിലാണ്. 24 hours ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും സന്തോഷം. ഈ പപ്പീനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കോക്കോനെ മിസ്സായി കേട്ടോ. എൻ്റെ കോക്കോ ഇപ്പോൾ കുരച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് ഞാനൊരു ഇന്ത്യൻ ഫുഡല്ല കേട്ടോ, ഒരു കൊറിയൻ ടൈപ്പ് ഫുഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. അമ്മ അപ്പവും ചട്നിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു റൈസ്, പോർക്ക്, പിന്നെന്താ മറ്റേ എന്തായാലും പറയുന്നത്, ഇതാട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ചിക്കനും ഒന്നും അല്ല ഓർഡർ ചെയ്തത്, ഫിഷൊന്നും അല്ല, ഞാൻ പോർക്കാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഹെയ്തി ദീദി നൂഡിൽസ് ഓർഡർ ചെയ്തു. ഈ ചോപ്പ് സ്റ്റിക്കിൽ തിന്നാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഭയങ്കര കോമഡി, എന്നെ അങ്കിള് പഠിപ്പിച്ചതാണ്. പിന്നെ അമ്മയ്ക്കറിയാം കേട്ടോ, ഇതൊക്കെ അമ്മ ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുണ്ട്. അമ്മയും കഴിക്കും, അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കിത് കഴിച്ച ശീലമില്ല. പിന്നെ അമ്മയ്ക്കൊരു കോഫി വാങ്ങി, പിന്നെ ഒരു പൈനാപ്പിൾ ആൻഡ് ഒരു വാട്ടർമെലൺ ജ്യൂസും കൂടി വാങ്ങിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. നിങ്ങൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും നോക്കി, പണ്ട് നമ്മൾ ഈ ബാലപാഠമൊക്കെ പഠിക്കുമ്പോഴേ അതിനകത്തെ പടമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ സെയിം സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. ഐ മീൻ ഒറിജിനൽ. നമ്മുടെയൊക്കെ നാട്ടിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റാണ്, സെക്കൻഡ് ക്വാളിറ്റി ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എവിടെ പോയി ഫുഡ് കഴിച്ചാലും പ്ലേറ്റ്സ്, ഗ്ലാസ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിലിട്ടിട്ട് കഴുകാൻ പറ്റുന്ന ടൈപ്പുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഓരോ സെക്ഷൻ ഉണ്ടാവും. മാറ്റിയും തിരിച്ച് വെക്കണ സ്പൂൺസ് ഒരു സെക്ഷൻ, പ്ലേറ്റ്സ് ഒരു സെക്ഷൻസ്, അതേപോലെ ബൗൾസ് ഒരു സെക്ഷൻ, കോഫി കുടിക്കുന്നതാണെങ്കിൽ ഗ്ലാസ്, പൊട്ടുന്ന ടൈപ്പ് ഗ്ലാസ്സുകളാണെങ്കിൽ അതൊരു സെക്ഷൻ, അങ്ങനെ ഓരോ സെക്ഷനുണ്ട്. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരും ഉണ്ടാവും. നമ്മൾ വാഷ് ചെയ്യണ്ട, പക്ഷെ നമ്മളത് കൊണ്ട് ക്ലിയർ ചെയ്ത് വെക്കണം. പിന്നെ ഞങ്ങൾ സെൻതോസയുടെ ഒരു MRTയിൽ കയറി, അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ MRTയിൽ കയറി. ഒരു എന്താ പറയുക, കറക്റ്റ് ഒരു ബേ ഫ്രണ്ട് അല്ല, പേര് ഞാൻ മറന്നു കേട്ടോ. ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു സ്റ്റോപ്പിലെത്തി. അവിടുന്ന് ഇറങ്ങി അവിടെ ഒരു ഷോപ്പിംഗ് മാള് പോലെ അതിൻ്റെ ഏറ്റവും ഡൗൺ പോർഷനിലാണ് നമ്മൾ MRT ഇറങ്ങുന്നത്. അവിടുന്ന് നമ്മൾ എക്സ്കലേറ്റർ കയറി, എനിക്ക് തോന്നുന്നു ഒരു 3 നില മുകളിൽ വന്നു.
മേളിൽ വന്നപ്പോഴാണ് ഈ ക്രിസ്മസ് ട്രീ കണ്ടത്. വരുന്ന വഴിക്കെല്ലാം നമ്മൾ കണ്ട ഷോപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ബ്രാൻഡഡ് ഷോപ്പുകളാട്ടോ. നമ്മൾക്ക് വിചാരിക്കാൻ പറ്റാത്തതിലും അത്രയ്ക്കും ക്വാളിറ്റിയും എന്താ പറയുക കോസ്റ്റും ഉള്ള ബ്രാൻഡഡ് ഷോപ്പുകളാണ് മൊത്തം ഈ ഒരു മോളിലുള്ളത്. പിന്നെ ഞങ്ങളിതേ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഫൺ വീഡിയോസൊക്കെ കുറേ എടുത്തു. ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ടപ്പം നമ്മുടെ എന്താ പറയുക കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ബട്ട് എന്നാൽ കമ്പയർ ചെയ്തിട്ട് പറയണം. ഈ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കേക്കൊക്കെ മുറിച്ച് അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ന്യൂ ഇയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊച്ചി ഇല്ലെങ്കിൽ വർക്കല ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നൈറ്റ് റൈഡ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ എന്താ പറയുക എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആകുന്നതിന് മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഫൺ വീഡിയോസ് ആയിട്ടോ, ഇതൊന്നും ഞാൻ ഷോർട്സ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അമ്മ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ അമ്മയ്ക്കിപ്പം ഓഫ് സീസണാണ്, വലിയ ജോലി തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ലീവ് എടുക്കാം, കുഴപ്പമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ കാണുന്ന കേബിൾ കാസ് കണ്ടു. നമ്മൾ ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് സെൻതോസയിൽ വന്നത്. അത് ഞാൻ വഴിയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു 3 എപ്പിസോഡായിട്ട് ഞാൻ പിന്നെ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. വീഡിയോസൊക്കെ മുഴുവനായിട്ടും കാണണം നിങ്ങൾ. ഇത് എപ്പിസോഡ് 1 ആണ്. എപ്പിസോഡ് 2, എപ്പിസോഡ് 3 അതിൽ ഞാൻ ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഭയങ്കര ഷോർട്ട് വീഡിയോസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഭയങ്കര ചെറുതായിട്ട് പോകുന്നുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി എന്താ പറയുക തോനെയായിട്ടുള്ള വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. നമ്മൾ സെൻതോസയിലെത്തി. ഇവിടുന്ന് ഒരു MRT ഉണ്ട്. ഇവർക്കൊരു 3-4 കളേഴ്സിലാണ് MRT ഉള്ളത്. 2 ബോഗി മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രീൻ, പിങ്ക്, വയലറ്റ്, യെല്ലോ 4 അതെ 4 ആട്ടോ ഉള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ കാർഡ് യൂസ് ചെയ്തിട്ടാണ് അത് തരാം. നമ്മുടെ ആ സെയിം കാർഡില്ലേ, ആ കാർഡ് തന്നെ ടാപ്പ് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറേ എന്താ പറയുക ഞാൻ വന്നത് മുതലുള്ള ഡൗട്ടാണ്, ഇവിടെ MRT ഓടിക്കാൻ ഡ്രൈവേഴ്സ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇത് ഓടുന്നത്? താഴെയോട്ടൊന്നും വീലും ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് വഴിയേ പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. സൈഡിലാണ് ഇതിൻ്റെ പാത്തുള്ളത്. ഇതിനകത്തൂടി സൈഡിലാണ് വീല് വെച്ചിട്ട് ഓടുന്നൊക്കെ. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ടേക്ക് കെയർ.